ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ മഹാശിവരാത്രി ആശംസകൾ. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. എല്ലാവർക്കും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക, എന്നാൽ പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്സ്. ആദ്യം എനിക്ക് കിട്ടിയത് ഡേറ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഡേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരോ ആയിട്ട് ഒരു പ്രത്യേക കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരോ ആയിട്ടോ നിങ്ങളൊരു മീറ്റിങ്ങിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഒരു വളർച്ച, ഒരു പ്രോഗ്രസ്സാണ്, മുന്നോട്ടുള്ള ഒരു ഗ്രോത്താണ് കാണുന്നത്. ഓക്കെ, അസെൻഡിങ് എന്ന് പറയുന്നൊരു കാർഡാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പ്രോഗ്രസ്സാണ് ജീവിതത്തിൽ, മുന്നോട്ടുള്ള ഒരു കാര്യം, മുന്നോട്ട് തന്നെയാണ്, പിന്നോട്ടല്ല. ഓക്കെ, അതുപോലെ ഇത് ഒരു കാർമിക് റിലേഷൻഷിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാർമിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് ഇൻറ്റൻസായ ബന്ധമാണ്. ഇൻറ്റൻസ് എന്ന് വെച്ചാൽ കുറച്ച് തീവ്രമായിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഗേൾ വിത്ത് സ്നേക്കാണ്. ഗേൾ വിത്ത് സ്നേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നു, മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ചില ഹീലിങ്സ് വരുന്നു, സുഖപ്പെടുത്തലുകൾ എന്ന് പറയും. മനസ്സിനേറ്റ ചില മുറിവുകളുടെ സുഖപ്പെടുത്തലുകൾ സംഭവിക്കാൻ പോകുന്നു. ചെറിയ രീതിയിലുള്ള ടെംപ്ടേഷനൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും ആ ഒരു ടെംപ്ടേഷൻ തോന്നുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ടെംപ്ടേഷൻ, ഒരു അഫെക്ഷൻ, ഓക്കെ, ഇതൊക്കെ തോന്നുന്നതുമായിരിക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ പ്യൂപ്പ ഒരു പൂമ്പാറ്റയായി മാറുമ്പോൾ പല ട്രാൻസ്ഫോർമേഷൻ സമയങ്ങളില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ബന്ധം ഇത് നിങ്ങളെ വളരാൻ സഹായിക്കും, മാനസികമായിട്ട് വളരാൻ സഹായിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടാരോട്ട് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾസൊക്കെ കാണുന്നുണ്ട്. പണപരമായ കുറച്ച് കുറച്ച് ദാരിദ്ര്യം അല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് പൈസയ്ക്ക് ആവശ്യമുള്ളതുപോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ സ്ട്രഗിൾസും ഉണ്ട്. മാനസികമായിട്ടും ചില സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ടോറസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇതെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇമോഷണലി ആണെങ്കിലും അല്ലാതെയാണെങ്കിലും നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ മുന്നേ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചില ഹർട്ടുകൾ അതുമൂലമാകാം അങ്ങനെ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൗണ്ടറീസ് എന്ന് വെച്ചാൽ അതിനപ്പുറം ഇങ്ങോട്ട് കടക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാജിറ്റേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. മൂന്നാമത് വന്നിരിക്കുന്നത് ഒരു 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. 8 ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ എഫേർട്സ് ഇടുന്നുണ്ട്. ചിലപ്പോൾ അത് ഈ ഒരു ബന്ധത്തിനൊരു അടിസ്ഥാനം ഉണ്ടാക്കാനുള്ള എഫേർട്സ് ആയിരിക്കും. മറ്റു ചിലർക്ക് ഇത് കാശുണ്ടാക്കാനുള്ള, എനിക്കൊരു നല്ല അടിസ്ഥാനം വേണം, ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിലും എനിക്ക് കാശെന്ന് പറയുന്നത് ഒരു അടിസ്ഥാനം തന്നെയാണ്. അപ്പം റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കാശ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ചിലർക്ക് ഈ ബന്ധത്തിന് തന്നെ ഒരു അടിസ്ഥാനം ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലായത്. വിർഗോയാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഓക്കെ, അതിനുശേഷം വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ചില ആളുകൾക്ക് ചില നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നൊസ്റ്റാൾജിക് എന്ന് വെച്ചാൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ ചില സമയം ഇരിക്കുന്നുണ്ട്. പാസ്റ്റുമായിട്ട്, നിങ്ങളെ കഴിഞ്ഞ കാലവുമായിട്ട് റീകണക്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്.
ഓക്കെ, കുട്ടിക്കാലത്ത് പല മെമ്മറീസും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പിന്നെ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഈ ബന്ധത്തിൽ നല്ലൊരു കണക്ഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒരു നല്ലൊരു പങ്കാളിത്തം, പരസ്പരം മനസ്സിലാക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവുക. ഓക്കെ, ഏതൊരു ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കിയെല്ലാം അതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് കെട്ടി ഉയർത്താൻ പറ്റുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് സോർട്സിൻ്റെ എനർജി. ചെന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ ട്രാപ്പിലായതുപോലെ ഒരു ഫീലിങ്ങും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളിൽ ആർക്കോ, ഈ ബന്ധത്തിലുള്ളവർക്ക്. അതാണ് 8 ഓഫ് സോർട്സിൻ്റെ എനർജി. പിന്നെ വന്നിരിക്കുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺഫ്ലിക്റ്റും ആകുന്നുണ്ട്. ചില വാഗ്വാദങ്ങൾ നിങ്ങൾ തമ്മിൽ, ചില ഞാൻ തോറ്റതുപോലുള്ളൊരു ഫീലിങ്, അല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുമോ എന്നുള്ളൊരു ഫീലിങ്, അങ്ങനത്തെ ചിന്തകൾ, അതൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. 5 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. പക്ഷേ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് തന്നെ തന്നെ ആൾക്കാരോടാണ് എന്നൊരു ചിന്തയും നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നർ കോൺഫ്ലിക്ട്സ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ, നിങ്ങളുടെ ചിന്തകളുമായിട്ടുള്ളൊരു കോൺഫ്ലിക്ട്സ് ആയിരിക്കും. ചിലർക്ക് ആ ഒരു കോൺഫ്ലിക്ട്സിൽ തന്നെ തോറ്റുപോകുമോ എന്നൊരു ചിന്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടാരോട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ തന്നെ ചിന്തകളുമായിട്ട് തോക്കുന്നത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുമെങ്കിൽ, നിങ്ങൾക്ക് ചില ഡിസ്കണക്ഷൻസൊക്കെ വരുമെങ്കിൽ, ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുമെങ്കിൽ, ആ ഒരു ജയം, അങ്ങനെ നിങ്ങൾ ജയിക്കുന്നത് ഒരു ജയമാണോ എന്നൊക്കെയാണ് ഇവിടെ ടാരോട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പേജ് ഓഫ് സോർട്സിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ ഈ ബന്ധത്തിലുള്ള നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേയാൾക്കോ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ക്ലിയർ ആക്കണം ഈ ഒരു കണക്ഷനിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു എനർജി നമുക്കിവിടെ കാണാം. അടുത്തതൊരു 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചില പുതിയ ഫ്രഷ് ആയിട്ടുള്ള ചില തുടക്കങ്ങൾ കാണുന്നുണ്ട്. ചിലർക്ക് ചില പുതിയ ബന്ധങ്ങളായിരിക്കാം, ഇമോഷണലായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, ചില സൗഹൃദങ്ങളാകാം, അല്ലെങ്കിൽ ചിലർക്ക് ചില ബന്ധങ്ങൾ, വിട്ടുപോയ ചില ബന്ധങ്ങളുടെ റിന്യൂവലായിരിക്കാം. ചിലർക്ക് ഇങ്ങനത്തെ ഒരു എനർജിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഉള്ളൊരു കണ്ടീഷനിൽ. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു സ്റ്റക്കാണ് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷനും കാണുന്നുണ്ട്. അതും സാധ്യമാണ്. ചില റിസ്കുകൾ നിങ്ങൾ എടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിലാണ് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ പോകട്ടെ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട എന്നുള്ളൊരു ചിന്തകളും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് അത്ര നല്ലൊരു തീരുമാനമല്ല. നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ കാശ്, ബിസിനസ്, വിദ്യാഭ്യാസം, ജോലി, ഇതിലെല്ലാം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സാധ്യതയുണ്ടെന്നല്ല, വരും. അതാണ് മൊത്തത്തിലുള്ള എനർജി. പുതിയ തുടക്കങ്ങൾ, നല്ലൊരു ജോലി, ഇതിനൊക്കെ ഒരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. എനിക്കത് കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അത് കിട്ടണം എന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കിട്ടും എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ സോഡിയാക് സൈൻസും വന്നിട്ടുണ്ട്. ജെമിനി വന്നിട്ടുണ്ട്, ലിബ്ര വന്നിട്ടുണ്ട്, അക്വേറിയസ് വന്നിട്ടുണ്ട്, സ്കോർപിയോ വന്നിട്ടുണ്ട്. ഒരുമാതിരി എല്ലാ സോഡിയാക് സൈൻസും ഇന്നത്തെ റീഡിങ്സിനകത്ത് വന്നിട്ടുണ്ട്. സോ പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുക. കാരണം ചുറ്റും നമുക്ക് നല്ല പോസിറ്റീവ് എനർജിയൊക്കെ ഉള്ളൊരു ദിവസമാണ്.
അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹങ്ങളും ഈശ്വരൻ നടത്തി തരട്ടെ. നന്ദി, നമസ്കാരം. ബൈ.